ഇ.ഡി. രജിസ്റ്റർ ചെയ്ത എസ്.എൻ.സി. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഈ സംഭവങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി ഇ.ഡി. കണക്കാക്കുന്ന ആളാണ് ദിലീപ് രാഹുലൻ. ദിലീപ് രാഹുലിന് ഏകദേശം 2 വർഷം മുൻപ് 3-ലധികം സമൻസ് അയച്ചിരുന്നു എന്നതാണ് ഇ.ഡി. സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ അത് കൈപ്പറ്റാതെ മടങ്ങുകയായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ മകന് ഇ.ഡി. സമൻസ് അയച്ചതായിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ലാവ്ലിൻ കേസിലാണെന്നും ബോധ്യമായിരുന്നു. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ദിലീപിനും സമൻസ് പോയിരിക്കുന്നതെന്നാണ് ബോധ്യമാകുന്നത്. ഹാജരാകാതെ വന്ന പശ്ചാത്തലത്തിൽ ഇന്റർപോളിനെ ഇ.ഡി. സമീപിച്ചു, ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കുന്നതിനായി എന്ന വിവരവും ലഭിക്കുകയാണ്. ദിലീപ് രാഹുലൻ ഒരു പ്രധാനപ്പെട്ട ഇടപാടുകൾ ഈ കമ്പനിയുമായി കേന്ദ്രീകരിച്ചാൽ കമ്പനിയുടെ ഭാഗമായി നിന്ന് നടത്തിയ ആളാണെന്നും അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ചുമതല ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് വഹിച്ചിരുന്നു എന്നുമാണ് ഇ.ഡി. വ്യക്തമാക്കുന്നത്. അതൊരു ബിസിനസ് ഡയറക്ടർ എന്ന നിലയിൽ തന്നെയായിരുന്നു പ്രവർത്തനമെന്നാണ് ഇ.ഡി. സംഘം ബോധിപ്പിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വച്ചുകൊണ്ട് ഈ പറയുന്ന ദിലീപ് രാഹുലൻ വിവേകിൻ്റെ വിദ്യാഭ്യാസ ചെലവ് മീറ്റ് ചെയ്തു എന്ന വിവരവും ഇ.ഡിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അത് മറ്റൊരാളുടെ മൊഴിയാണ്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ നോട്ടീസും മറ്റു കാര്യമൊക്കെ. പക്ഷേ അതിൽ പിന്നീട് കാര്യമായ മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏറെ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. 2007 CBI രജിസ്റ്റർ ചെയ്ത കേസാണ്. 2009 പിണറായി അടക്കം പ്രതിയാക്കി കുറ്റപത്രം കൊടുത്തിരുന്നു. പക്ഷേ പിണറായി ഉൾപ്പെടെ പിന്നീട് കുറ്റവിമുക്തരാക്കുകയായിരുന്നു കോടതി ചെയ്തത്. അതായത് പല ആരോപണങ്ങൾ അന്ന് വരികയും അതൊക്കെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാവുകയും പലതും തള്ളിപ്പോവുകയും ചെയ്ത ഒരു കേസ് കൂടിയാണിത്. എന്തായാലും CBIയുടെ അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. ഇതിനിടയിലാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു കേസ് എടുക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രഷ് കേസാണെന്നും ഇതിൽ മണി ട്രയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നതുമാണ്. എന്തായാലും അതിൽ 2023 ശേഷം എത്രത്തോളം മുന്നോട്ട് പോയി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് ഇ.ഡി. തന്നെയാണ്. ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.